സഫീറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ആള് ഭയങ്കര പാവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ്. അവൻ ഫാമിലി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി അത് തന്നെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ഉപ്പാൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ബാബിയുടെ അടുത്താണെങ്കിലും ഇനി എല്ലാവരും നമ്മൾ ഒരു ഭയങ്കര അൽഹംദുലില്ലാ ഒരു നല്ലൊരു നമുക്ക് 2 മക്കളാണ്. മോനാണെങ്കിലോ സുഹൈലാണെങ്കിലും സുഹൈറാണെങ്കിലും നമ്മൾ ഒരു ഫ്രണ്ട്സുകളെ പോലെയാണ് വീട്ടിൽ ഉള്ള. നമ്മൾ ഇത്രയും കാലം നമ്മൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷങ്ങളും ദുഃഖങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ള ജീവിതം നമ്മൾക്ക് മുന്നോട്ട് പോയിട്ടുള്ളത്. ഉപ്പാണെങ്കിലും മക്കളാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും 4 പേരും ഒരു ഏതെങ്കിലും ഓരോ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് 4 പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഇരുന്നിട്ടൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം സംസാരിക്കും. അതാവും ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹങ്ങളാണ് ഈ 2 പെൺകുട്ടികളും. അതാവും മരണം വരെ നിലനിർത്തി തെറ്റ അവരുടെ വീട്ടുകാരാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഇതാണ് ഇന്നേ വരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സഫനെ കുറിച്ചും പറയുകയാണെങ്കിൽ അവരിപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഉള്ളത് വെച്ചിട്ട് അവരൊരു സെയിം വൈബാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളുള്ളത്. സഫൻ നമ്മൾ ഏറ്റവും നല്ല രീതിയിലാണ് ഇത്രയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മളോട് ഒരു എന്താ പറയുക നമ്മളിൽ ഒരാളായിട്ട് തന്നെയാണ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ഹാപ്പി ലൈഫ് അവർക്കും നമ്മൾ ആശംസിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഇടയ്ക്ക് അങ്ങനെ ഒരു ലൈഫ്. അള്ളാഹു നല്ലൊരു മക്കളായിട്ട് വരെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും സമ്പത്തും എല്ലാം അള്ളാഹു അവർക്ക് പ്രദാനം നൽകട്ടെ. കൂട്ടുകുടുംബങ്ങളായിട്ട് ഞങ്ങൾ മരണം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ.